വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ദ ടെറർ എക്സ്പെഡിഷൻ. അപ്പോൾ നെക്സ്റ്റ് 3 monthsൽ നിങ്ങളുടെ ജീവിതത്തിൽ, അതായത് നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടും അതുപോലെ നിങ്ങളുടെ ലവ് പരമായിട്ടും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ, അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങളുടെ സ്റ്റഡീസിൽ, നിങ്ങളുടെ കരിയറിൽ, ഇപ്പൊ നിങ്ങൾ സിംഗിൾ ആണ് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മാരേജിന്റെ കാര്യം, ഇതൊക്കെ എങ്ങനെയായിരിക്കും നെക്സ്റ്റ് 3 monthsലെ വൈബ്രേഷൻ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഞാനിവിടെ 2 ബ്രേസ്ലെറ്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ പൈൽ റീഡിങ്. അപ്പോൾ നിങ്ങൾ ഒരു പൈല് സെലക്ട് ചെയ്യുക എന്നതാണ് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് പൈലായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ലാപ്പിസ് ലസൂലി എന്ന് പറയുന്ന ക്രിസ്റ്റലാണ്. വളരെ ഹീലിംഗ് ഇഫക്റ്റ് ഉള്ള, വളരെ സ്പിരിച്വൽ ഇഫക്റ്റ് ഉള്ള, അതോടൊപ്പം തന്നെ നമുക്ക് പ്രൊട്ടക്ഷനും നൽകുന്ന, സമാധാനം നൽകുന്ന ഒരു ക്രിസ്റ്റലാണ് ലാപ്പിസ് ലസൂലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് പൈലായിട്ട് എടുക്കാം. സെക്കൻഡ് പൈല് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമാണ്, ടൈഗർ ഐ. നമുക്ക് കോൺഫിഡൻസ് ലഭിക്കാനും, അതുപോലെ സാറ്റേൺ ദശയിലാണ് നിങ്ങൾ, ശനി ദശയിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഇത് ധരിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇപ്പോൾ നിങ്ങളുടെ സോളാർ പ്ലക്സസ് ചക്ര നിങ്ങൾക്ക് ക്ലെൻസ് ചെയ്യണമെങ്കിൽ, അതുപോലെ തന്നെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കണമെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കോൺഫിഡന്റ് അല്ല, നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് അത് ചെയ്യുകയും വേണം എങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദിസ് പ്രീമിയം ക്വാളിറ്റി ടൈഗർ ഐ ക്രിസ്റ്റൽ. ബിക്കോസ് ടൈഗർ ഐ ഇടുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസമാണ്, എനിക്കത് ചെയ്യാൻ പറ്റും, ഞാൻ അതിലേക്ക് ഇറങ്ങും, ഇറ്റ്സ് പോസിബിൾ ടു മീ, ഇങ്ങനത്തെ കൈൻഡ് ഓഫ് രീതിയിലുള്ള തോട്ട് കണ്ടിന്യൂസ്ലി നമുക്ക് വരും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും പഠിക്കണമെന്നോ, എന്തെങ്കിലും കാര്യം, ഇപ്പോൾ എൻട്രൻസ് എക്സാംസ്, PSC എക്സാംസ് ഒക്കെ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ടൈഗർ ഐ ഇടുന്നത് എന്തുകൊണ്ട് നല്ലതാണത്? നിങ്ങൾക്ക് PSC എക്സാം ജയിപ്പിക്കുമെന്നല്ല, അതിലേക്ക് പഠിക്കാനുള്ള ഒരു പ്രചോദനം, അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു ഇൻട്രസ്റ്റ്, കോൺസെൻട്രേഷൻ, കോൺഫിഡൻസ്, ഇപ്പൊ ഇന്റർവ്യൂവിന് പോവുക, ഇതിനൊക്കെ ഈ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ ടൈഗർ ഐ ഭയങ്കര 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 നല്ലതാണ്. നമ്മൾ ഏത് സാഹചര്യത്തിലായിരിക്കുന്നോ അവിടെ നിന്ന് നമ്മളെ വലിച്ച് ഒരു നല്ലൊരു പോസിറ്റീവ് സാഹചര്യത്തിലേക്ക് കൊണ്ടുവരാനാണ് ടൈഗർ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്ന മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റോൺ ആണ്. പക്ഷെ എല്ലാവർക്കും അങ്ങനെ എടുത്തു ചാടിയൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, ചെക്ക് ചെയ്തിട്ട് മാത്രം ഉപയോഗിക്കുക. ടൈഗർ ഐയും അതുപോലെ തന്നെ കാറ്റ്സ് ഐയും വളരെ നല്ലതാണ്. ബിസിനസ് പരമായിട്ട് നല്ല ഉയർച്ച തരുന്ന ക്രിസ്റ്റലാണ് ഈ കാറ്റ്സ് ഐ എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, ടൈഗർ ഐ ഉണ്ട്, കാറ്റ്സ് ഐ ഉണ്ട്, 2 ഫോം ഉണ്ട്. ടൈഗർ ഐ ഒട്ടുമിക്ക എല്ലാവർക്കും ഇടാം. കാറ്റ്സ് ഐ എന്ന് പറയുന്നത് ഭയങ്കര നോക്കിയിട്ട് ഇടേണ്ട ഒരു ക്രിസ്റ്റലാണ്. പക്ഷെ ബിസിനസ്സിനും നമുക്ക് നമ്മളിപ്പോ ഹോം ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ വളരെ നല്ലതാണ് ഈ ടൈഗർ ഐയും കാറ്റ്സ് ഐയും ഒക്കെ. ഓക്കെ, നോക്കിയിട്ട് ഇടുകയാണെങ്കിൽ. അപ്പോൾ ഇതാണ് 2 ക്രിസ്റ്റൽസിന്റെ ഡിസ്ക്രിപ്ഷൻ, ഫസ്റ്റ് പൈൽ ആൻഡ് സെക്കൻഡ് പൈൽ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പൈൽ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക, വീഡിയോ മുഴുവനായിട്ട് കാണാൻ സപ്പോർട്ട് ചെയ്യുക. ഫർദർ മോർ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിങ്ങോ മറ്റോ ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ്സോ പർച്ചേസ് ചെയ്യാൻ താല്പര്യം താഴെ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്ട്ലി സ്റ്റോൺസ് ആൻഡ് എലഗൻസ് എന്ന സൈറ്റിൽ പോയി പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വേഗം റീഡിങ്ങിലേക്ക് പോവാം. നെക്സ്റ്റ് 3 monthsൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്? ഇപ്പൊ ഇതിൽ കാണിക്കുന്ന മാറ്റങ്ങളും ഞാൻ പറയുന്ന ഗൈഡൻസും ഒക്കെ കഴിവതും നോട്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് അത് നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ പാലിക്കാൻ നോക്കുക. കാരണം ഗൈസ്, നിങ്ങളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ വീട്ടിൽ മേടിച്ചു വെച്ചൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. എല്ലാത്തിനും നിങ്ങളുടെ എനർജി ആംപ്ലിഫൈ ചെയ്യിക്കാനേ സാധിക്കൂ. നിങ്ങൾ അതിനോടൊപ്പം അതിന്റെ കൂടെ ചേർന്ന് നിന്ന് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഒന്നും നിങ്ങൾക്ക് ബെനിഫിറ്റ് ചെയ്യില്ല. സോ എപ്പോഴും നമ്മൾ ഇന്നർലി വർക്ക് ചെയ്യുക, നമുക്ക് കിട്ടുന്ന എനർജീസ്, നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. എന്നാൽ മാത്രം നമുക്ക് ഉയർച്ച വരും. ചുമ്മാ ഒരു കാര്യം വെച്ച് ഇരുന്നിട്ട് മടിയാണ്, അത് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ലൈഫ് എപ്പോഴും ഡിസിപ്ലിൻഡ് ആയിരുന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു ലൈഫ് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ അധികം പറഞ്ഞു നീട്ടുന്നില്ല, നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഹേ ഗൈസ്, അപ്പൊ നിങ്ങൾ ഫസ്റ്റ് പൈലായിട്ടുള്ള നമ്മുടെ ലാപ്പിസ് ക്രിസ്റ്റൽ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാപ്പിസ് ക്രിസ്റ്റലാണ് എടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ എനർജി വൈബ്രേഷൻ എന്താണെന്ന് നമുക്ക് കാർഡ്സിനോട് ചോദിക്കാം. കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവ് എനർജിയിൽ നിൽക്കുക. നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. Angels, please guide us. Pile number 1 energy. Please guide us. ഓക്കെ, വാവ്, നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാർഡാണ് കിട്ടിയിട്ടുള്ളത്. 10 of Pentacles ആണ് കിട്ടിയിട്ടുള്ളത്. അതിന്റെ അർത്ഥം, അതായത് തുടക്കം തന്നെ വളരെ മനോഹരമായിട്ടുള്ള, വളരെ അബണ്ടന്റ് ആയിട്ടുള്ള കാർഡാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു 3 മാസത്തിൽ എനിക്ക് തോന്നുന്നു പൈൽ നമ്പർ 1 നിങ്ങൾ ഗ്രോത്ത് ആണ് ആഗ്രഹിക്കുന്നത്, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു 3 മാസത്തിൽ നിങ്ങൾ പ്രയത്നിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് നല്ലൊരു വർക്ക് സ്പേസ് ആവശ്യമാണ്, കൊളീഗ്സിനെ ആവശ്യമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഫ്രണ്ടിനെ ആവശ്യമാണ്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ഇറങ്ങി ചെല്ലാൻ ആഗ്രഹിക്കുന്നു.
ഒരു നല്ല കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. നല്ലൊരു വർക്ക് സ്പേസ്, നല്ലൊരു ജോലി, മേ ബി നല്ല കൊളീഗ്സ്, നല്ല ഫ്രണ്ട്സ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് സംരംഭത്തിൽ നല്ല പാർട്ട്നേഴ്സിനെ അല്ലെങ്കിൽ നല്ല ക്ലയൻസിനെ നിങ്ങൾ അട്രാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ ഫിലിം ഫീൽഡിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പുതിയ പുതിയ നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ബിസിനസ്സിലാണെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. വളരെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള, അതായത് ഇപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന അബണ്ടൻസ് ആണോ, നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്ന കോൺഫിഡൻസ് ആണോ, സ്ട്രെങ്ത് ആണോ, സാമ്പത്തികമായിട്ടുള്ള ഉന്നമനമാണോ, വാട്ട് എവർ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് പോസിബിൾ ആണ്. ഈ 3 മാസത്തിൽ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ എനർജി നിങ്ങളുണ്ടാവും. അതുപോലെ കുറെ ആൾക്കാർക്ക് നിങ്ങൾ മേ ബി സ്ട്രെസ്ഡ് ആയിരിക്കാം. നിങ്ങളുടെ വീട്ടിൽ പെറ്റ്സ് ഉണ്ടെങ്കിൽ അവരുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അത് ഒരു പരിധി വരെ നിങ്ങളിപ്പോൾ ചിലപ്പോൾ തെറാപ്പി എടുക്കാൻ വേണ്ടി പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വീട്ടിൽ പെറ്റ്സ് ഉണ്ടെങ്കിൽ അവരോട് ടൈം സ്പെൻഡ് ചെയ്യുക, നിങ്ങൾ ഹീൽഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവ്. അതുപോലെ നമ്മുടെ ഇന്നർ പീസ്, മെന്റൽ പീസ്, അതൊക്കെ ഓക്കെ ആകുന്ന ഒരു മാസമാണ്. അതുപോലെ നിങ്ങൾ ന്യൂ കൈൻഡ് ഓഫ് എനർജീസ് സ്റ്റാർട്ട് ചെയ്യുന്ന മാസമാണ്. സ്വന്തമായിട്ട് സെൽഫ് പാമ്പർ ചെയ്യാൻ, സെൽഫ് കെയർ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു മാസമാണ്. എനിക്ക് തോന്നുന്നു പല ആൾക്കാരും പുതിയ പുതിയ കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ യോഗ, മെഡിറ്റേഷൻ അതുപോലത്തെ കാര്യങ്ങളിലേക്ക് സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവ് ഗുണങ്ങൾ ഉണ്ടാക്കും എന്നതാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഒരു പെയിൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നിങ്ങൾ ഇരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ഡൗൺ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു അപ്പ് ഉള്ളൂ. അപ്പോൾ ഈ കൈൻഡ് ഓഫ് അപ്പ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള ഡൗൺ ആണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 3 മാസത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു 3 മാസം നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പോസിറ്റീവ് ഔട്ട്കം നിങ്ങളിലേക്ക് വന്നു ചേരും. എക്സ്പെഷ്യലി നിങ്ങൾ വേദനയിലാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു റിക്കവറി മോഡിലേ ആയിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് അബണ്ടൻസ് തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം ഒരു ടവർ മൂവ്മെന്റ് ഉണ്ടായതിനു ശേഷമേ നമുക്കൊരു പോസിറ്റിവിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോഴേ നമ്മൾ റിയലൈസ് ചെയ്യുള്ളൂ നമ്മൾ ശരിക്കും നമ്മളുടെ അവകാശം എന്താണെന്ന്, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് ഇരിക്കുന്നതെന്നും നമ്മുടെ സ്ഥാനം എന്താണ്, നമ്മുടെ തെറ്റുകുറ്റങ്ങൾ എന്താണെന്നും, നമ്മൾ എന്തിനൊക്കെ അർഹതപ്പെട്ടതാണെന്നോ അല്ലെന്നൊക്കെ നമുക്ക് മനസ്സിലാവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ടവർ മൊമെന്റ്സ് ഉണ്ടാവും. ഈ ടവർ മൊമെന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ താഴ്ച. ആ താഴ്ചയ്ക്ക് ശേഷമായിരിക്കും നമുക്കൊരു ഉയർച്ച ഉണ്ടാവുക. കാരണം ഈ താഴ്ച ഉണ്ടാകുന്നതിന് മുമ്പ് നമുക്ക് ഇതൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ഇതിന്റെ വില മനസ്സിലാക്കാനോ ഇതിന്റെ ഓപ്പർച്യൂണിറ്റീസിനെ വിനിയോഗിക്കാനോ അറിയില്ല. അപ്പൊ അങ്ങനെ ചെയ്യാതെ നമ്മൾ ജസ്റ്റ് ഒരു കോൺസ്റ്റന്റ് രീതിയിൽ തന്നെ ഒരു ഗ്രോത്തും ഇല്ലാതെ പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ടവർ മൊമെന്റ്സ് വരുന്നത്. സോ നിങ്ങൾക്ക് ആ ഒരു താഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉയർച്ച ദൈവം നിങ്ങൾക്ക് കണ്ടുവച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് അത് തരാൻ ആഗ്രഹിക്കുന്നു എന്ന എനർജിയാണ് കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾ വളരെ പോസിറ്റീവ് ആയിട്ടാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്, എന്നിട്ട് നിങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ടെററ്റ് റീഡിങ്സ് ഒക്കെ പലപ്പോഴും പോസിറ്റീവ് ആയിട്ടാണ് കിട്ടുന്നത്, എന്നിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്ന രീതിയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ എല്ലാം നടക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾ ഡിസയർ ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, അത് വന്ന് ചേരുകയും ചെയ്യും. പക്ഷെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, കാരണം എല്ലാം അതിന്റെ ഡിവൈൻ ടൈമിങ്ങിലേ സംഭവിക്കൂ. കാരണം ദൈവത്തിനാണ് അറിയാവുന്നത് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം ഏതാണ് നമുക്കെന്ന്, എവിടെയാണ് നമ്മൾ ഇരിക്കേണ്ടതെന്നും ഏതാണ് നമുക്ക് ഗുണകരമായതും എന്നറിയുന്നു നമുക്കൊരിക്കലും അറിയില്ല. അങ്ങനെ അറിയാമായിരുന്നു എങ്കിൽ നമുക്കൊരിക്കലും ഒരു സൂപ്പർ നാച്ചുറൽ പവറിന്റെ വൈബ്രേഷന്റെ ആവശ്യം ഉണ്ടായിരിക്കില്ല. പിന്നെ സ്വന്തമായി ചക്ര ബാലൻസ്ഡ് ആയിട്ടുള്ള ഇന്നർ ഹീൽഡ് ആയിട്ടുള്ളവർക്ക് വേഗം കിട്ടും, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ നമ്മുടെ ചക്രാസ് ബാലൻസ്ഡ് അല്ല, നമ്മൾ തികച്ചും മെറ്റീരിയലിസ്റ്റിക് ലൈഫിലാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ അബണ്ടൻസ് താമസിക്കും. അത് ആരുടെ കുറ്റവുമല്ല, നമ്മുടെ സ്വന്തം കുറ്റം തന്നെയാണ്. അതുകൊണ്ട് നല്ലൊരു പോസിറ്റിവിറ്റി ഉണ്ടാകണമെങ്കിൽ ഒരു നെഗറ്റിവിറ്റി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു അപ്പ് ഉണ്ടാവണമെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും ഒരു ഡൗൺ ഉണ്ടായിരിക്കണം. ആ ഡൗണിൽ വീഴുന്നവനെ അപ്പ് എന്താണെന്ന് മനസ്സിലാവും. എപ്പോഴും അപ്പിൽ നിൽക്കുന്നവൻ അപ്പ് എന്താണെന്ന് ഒരിക്കലും മനസ്സിലാവില്ല. ഓക്കെ, അതുപോലെ ഡൗണിൽ നിന്നിട്ടുള്ളവനെ ഉയർച്ച എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് തന്നെ വിത്തിൻ 3 months നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ, നിങ്ങളുടെ പരീക്ഷയുടെ വിജയമായിരിക്കാം, ബിസിനസ് ആയിരിക്കാം, കല്യാണമായിരിക്കാം, നല്ലൊരു ഫാമിലി ലൈഫ് ആയിരിക്കാം, ഡിവോഴ്സ് ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഇസ്, അത് നിങ്ങൾക്ക് 3 മാസത്തിൽ സംഭവിക്കാൻ പോവാണ്. നിങ്ങൾ പേഷ്യൻസോടുകൂടി കാത്തിരിക്കുക, ഇറ്റ് വിൽ ചേഞ്ച്. ഓക്കെ, അതുപോലെ സോഡിയാക് സൈൻ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കാപ്രിക്കോൺ, വെർഗോ, ടോറസ്, സോഡിയാക് സൈൻ വളരെയധികം റെസൊനേറ്റ് ആകുന്നുണ്ട്. അതായത് എർത്ത് സൈൻസ് റെസൊനേറ്റ് ആവുന്നുണ്ട് കേട്ടോ. സോ നിങ്ങൾ എർത്ത് സൈനിലാണെങ്കിൽ നിങ്ങൾക്ക് 3 മാസത്തിൽ ഇത് പ്രതീക്ഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ എർത്ത് സോഡിയാക് സൈനുമായി ബന്ധപ്പെട്ട സ്വഭാവക്കാരായിരിക്കാം. അതായത് പൈസ അധികം ചെലവാക്കില്ല, നിങ്ങൾക്കുള്ളത് കൊണ്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവുക, സേവിങ്സിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, വേസ്റ്റേജ് ഓഫ് മണി ഒഴിവാക്കുക, പല കാര്യത്തിനും നിങ്ങൾ വളരെ സ്ട്രെങ്തോടുകൂടി നേരിടുക, ഈ ഒരു സ്വഭാവം. ഇനി നമുക്ക് അടുത്ത കാർഡ്സ് എടുത്ത് നോക്കാം. ഓക്കെ,
ദ വീൽ ഓഫ് ഫോർച്യൂൺ, അതായത് ഈ ഒരു നെക്സ്റ്റ് 3 months ലക്ക് നിങ്ങളുടെ ഭാഗത്താണുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക്, അതായത് പൊന്ന് വിളയിക്കാൻ സാധിക്കുന്ന സമയമാണെന്ന് പറയില്ലേ, അതുപോലത്തെ കൈൻഡ് ഓഫ് സമയമാണ്. പൊന്ന് നിങ്ങൾക്ക് കിട്ടും എന്നല്ല ഞാൻ പറയുന്നത്, ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി നിങ്ങൾക്ക് പൊന്ന് വിളയിക്കാൻ സാധിക്കും. കാരണം ഇപ്പൊ നിങ്ങളിപ്പോ ഒരു ഭയങ്കര മോശപ്പെട്ട ഒരു സ്ഥലം മേടിച്ചാൽ പോലും ആ സ്ഥലത്തെ പയ്യെ പയ്യെ റിക്കവർ ചെയ്ത് നിങ്ങൾക്ക് പോസിറ്റീവ് ആക്കി എടുക്കാൻ സാധിക്കും. നിങ്ങൾ എത്ര തന്നെ താഴ്ചയിൽ നിന്നാലും നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകാൻ സാധിക്കും. ബിക്കോസ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ലക്ക് ഉണ്ട്. ആൻഡ് ഈ ഒരു 10 of Pentacles എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് എനർജിയാണ്. തുടക്കത്തിൽ തന്നെ കിട്ടാന്ന് പറയുന്നത് ഭയങ്കര പോസിറ്റീവ് ആണ്. അതുപോലെ തന്നെ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്നത് 10 of Pentacles കൊണ്ട് കമ്പൈൻ ചെയ്യുമ്പോൾ സാമ്പത്തികപരമായിട്ട് നമുക്ക് ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് ഉയരണമെങ്കിൽ സിട്രിൻ ബ്രേസ്ലെറ്റോ പൈറേറ്റ് ബ്രേസ്ലെറ്റോ ധരിക്കുക. ഈ ഒരു സമയം പോസിറ്റീവ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള ചക്ര ആംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഗ്രോത്ത് ഉണ്ടാക്കും. അതുപോലെ തന്നെ നിങ്ങൾ റിലേഷൻഷിപ്പിൽ വളരെയധികം ബുദ്ധിമുട്ടിയാണ് ഇരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടോ അല്ലെങ്കിൽ ഏതൊരു സിറ്റുവേഷനിലും നിങ്ങൾ ബുദ്ധിമുട്ടിയാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മിറാക്കിൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ നിങ്ങളുടെ പോക്കറ്റിൽ വെറും 500 രൂപയേ ഉള്ളൂ എങ്കിലും അത് 5 ലക്ഷം വരെ ആക്കാനുള്ള കേപ്പബിലിറ്റി നിങ്ങളുടെ കയ്യിലുണ്ട്. അല്ലെങ്കിൽ ആ ഒരു ലക്ക് നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് വിനിയോഗിക്കുക എന്ന എനർജിയും വീൽ ഓഫ് ഫോർച്യൂൺ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെറിയ കാര്യമാണോ വലിയ കാര്യമാണോ നിങ്ങൾ ചെയ്യുന്നത്, പക്ഷെ നിങ്ങൾക്ക് അതിൽ പ്രോഫിറ്റ് ഡബിളോ ട്രിപ്പിളോ കിട്ടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുക. ഒന്നുകിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കരിയർ പരമായിട്ട് അഡ്വാൻസ്മെന്റ് ഉണ്ടാവും, ഇല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി കിട്ടുകയോ അല്ലെങ്കിൽ പാരമ്പര്യ സ്വത്ത് അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻകം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് സാധിക്കുകയോ ചെയ്യും. അങ്ങനെ എന്തൊക്കെയോ ഗുണമുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് ഗുണം വരുത്തണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് ഹെൽപ്പ് കിട്ടാനുള്ള സാധ്യത കാണുന്നു. അതുപോലെ നിങ്ങളിപ്പോൾ കുറേ നാളായിട്ട് പ്രമോഷന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു പ്രമോഷൻ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ട്രാൻസ്ഫർ മേടിച്ച് പോകാൻ താല്പര്യപ്പെടുന്നുണ്ട്, റീലൊക്കേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അതും ഒരു പരിധിവരെ നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണുന്നു. ആൻഡ് ഓൾസോ നിങ്ങൾ ഒത്തിരി സഫർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകണം എന്നുള്ള താല്പര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ എനിക്ക് തോന്നുന്നു വിദേശത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പോകാൻ സാധിക്കും. ഇപ്പം നിങ്ങൾക്ക് കുറെ ബ്ലോക്ക് ആയി കിടന്നിട്ടിരിക്കണം നിങ്ങളുടെ വിദേശ യാത്ര, പക്ഷെ അത് നിങ്ങൾക്ക് സാധ്യമാകുന്ന കൈൻഡ് ഓഫ് എനർജി, കിങ് ഓഫ് പെന്റക്കിൾസ് കൈൻഡ് ഓഫ് എനർജിയും കാണുന്നുണ്ട്. നല്ലൊരു വൈബ്രേഷൻ നിങ്ങളുടെ ഉള്ളിൽ വരുന്നതായിട്ടും. കിങ് ഓഫ് പെന്റക്കിൾസ് എപ്പോഴും കാണിക്കുന്നതാണ് വെൽ ഓർഗനൈസ്ഡ്, ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, സ്പിരിച്വലി അവേക്കൻഡ് ആയിട്ടുള്ള, എല്ലാ കാര്യത്തിലും നല്ല രീതിയിൽ ബോധേഡ് ആയിട്ടുള്ള ഒരാളാണ് കിങ് ഓഫ് പെന്റക്കിൾസ്. അതുപോലെ നിങ്ങളുടെ ബിസിനസ് സോൺ ആണെങ്കിലും ചിലപ്പോൾ സ്റ്റക്ക് ആയിരുന്നിരിക്കും, ചിലപ്പോൾ സ്റ്റാർട്ടിങ് ട്രബിൾ കാരണം നിന്ന് പോയായിരിക്കും. പക്ഷെ ആ ഒരു സ്റ്റക്ക് എനർജി നിങ്ങൾക്ക് ഡബിൾ ആക്കാൻ ഈ ഒരു 3 months സാധിക്കും. അല്ലെങ്കിൽ ഈ ഒരു 3 months നിങ്ങളുടെ ബിസിനസ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് എന്താണോ അത് വിറ്റഴിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. അതിന് ഗ്രോത്ത് ഉണ്ടാകും. ഓക്കെ, കിങ് ഓഫ് പെന്റക്കിൾസ്. അതുകൊണ്ട് നിങ്ങൾ സ്റ്റക്ക് ആയിരുന്നിട്ടുള്ള ആ ഒരു ഹാൻഡ് മാൻ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നു. അതിൽ നിന്ന് നിങ്ങൾ സ്വതന്ത്രമാകും. അതുപോലെ മറ്റുള്ളവർക്ക് നിങ്ങളിൽ നിന്ന് എന്തൊക്കെയോ വേണം, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്താണോ പ്രതീക്ഷിക്കുന്നത്, എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഒരു പരിധി വരെ അവർക്ക് കൊടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ളവരെ ഒരിക്കലും സാറ്റിസ്ഫൈ ചെയ്യാൻ ഞാൻ പറയുന്നില്ല, പക്ഷെ നിങ്ങളുടെ ചുറ്റുമുള്ളവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഒരു 3 മാസം സാധിക്കും. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നല്ലൊരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ നിങ്ങളുടെ കൂടെ ചേരും. മറ്റു ആൾക്കാർ രസിപ്പിക്കാനുള്ള രീതിയിൽ തമാശകൾ പറയാനും മറ്റു ആൾക്കാർക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഈ ഒരു 3 മാസം പെരുമാറാനും പോകുന്നു. അല്ലെങ്കിൽ മറ്റാൾക്കാർക്കും കൂടി ഉൾക്കൊള്ളാൻ പറ്റുന്ന തീരുമാനങ്ങൾ നിങ്ങൾ ഈ ഒരു മാസം എടുക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നെക്സ്റ്റ് 3 months എടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വൺസ് നിങ്ങളുടെ ഗ്രോത്ത് ട്രിഗർ അപ്പ് ആയാൽ അത് ബും എന്ന രീതിയിൽ പോകാനുള്ള സാധ്യതയുണ്ട്. വളരെ പോസിറ്റീവായിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. എക്സ്പെഷ്യലി നിങ്ങളൊരു ഫുൾ എനർജിയിൽ നിൽക്കുക. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ചുറ്റുമുള്ള കുറേ ആൾക്കാർ നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ പല കാര്യങ്ങളിലും സ്റ്റെപ്പ് ബാക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ ഈ ഒരു മാസം എനിക്ക് ഭയങ്കര വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു മാസം, നെക്സ്റ്റ് മാസവും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സ്റ്റെപ്പ്, ഒരു സ്റ്റാൻഡ് എടുക്കും. ആൻഡ് അത് നിങ്ങളുടെ ഫ്യൂച്ചറിനെ ചേഞ്ച് ചെയ്യാൻ പോകുന്നു. അത് മേ ബി നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും നിന്ന് ലഭിച്ച മോട്ടിവേഷൻ ആയിരിക്കാം, പ്രചോദനമായിരിക്കാം, ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങൾക്ക് തന്ന ഗൈഡൻസ് ആയിരിക്കാം. പക്ഷെ ആ ഗൈഡൻസിനെ പിടിച്ച് നിങ്ങൾ ഒത്തിരി ദൂരം പോകുന്നുണ്ട്. ഒത്തിരി ദൂരം നിങ്ങൾക്ക് ഗുണവും ലഭിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. കരിയറിലും പേഴ്സണൽ ലൈഫിലും ഭയങ്കര അബണ്ടൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷെ വീൽ ഓഫ് ഫോർച്യൂൺ കിട്ടിയതുകൊണ്ട് ശ്രദ്ധിക്കുക, നമ്മുടെ കർമ്മ നീറ്റ് ആയിരിക്കണം, നമ്മൾ ചെയ്യുന്നതും നീറ്റ് ആയിരിക്കണം, നമുക്ക് ഗുണവും ഡബിൾ ആയിട്ട് കിട്ടും. നിങ്ങളുടെ കർമ്മ നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് മോശപ്പെട്ട അനുഭവങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം വീൽ ഓഫ് ഫോർച്യൂൺ ലക്കിനെയും കാണിക്കും, നമ്മൾ ചെയ്യുന്ന കർമ്മയെയും കാണിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾ ശനി വൈബ്രേഷനിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ സാറ്റർഡേ
നമ്മുടെ ക്രോസിന് ഭക്ഷണം കൊടുക്കുക. പിന്നെ നിങ്ങളിപ്പോൾ അമ്പലത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ ഒരു ചുറ്റുവട്ടത്ത് കുറേ നേരം ഇരിക്കാൻ ശ്രമിക്കുക. നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചുറ്റുമുള്ളവർക്ക് ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ പോക്കറ്റ് പറിച്ചു കൊടുക്കണമെന്നൊന്നും ഞാൻ പറയില്ല. അത് നമുക്ക് ഈ ഒരു മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ സാധ്യമല്ല. സോ അങ്ങനെ ചെയ്യുന്ന ആൾക്കാര് അവരുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ അങ്ങനെ ചെയ്യുക, ഇല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. ഓക്കെ. പിന്നെ എനിക്ക് മനസ്സിലാവുന്നത് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ അതിന് ഒരിക്കലും വില ഉണ്ടാകത്തില്ല. അതെന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ ഒന്നിനും വില ഉണ്ടാകത്തില്ല. ഇപ്പൊ നമ്മൾ കൈൻഡ്നെസ് പോലും ഫ്രീ ആയിട്ട് കൊടുത്തതിന് വില ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ നല്ല രീതിയിൽ ചെയ്യുക എന്നത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അതുപോലെ ഇപ്പോൾ ഒരാള് നീഡഡ് ആണ് എന്ന് തോന്നുന്നെങ്കിൽ മാത്രം ആ ഒരു വ്യക്തിയെ സഹായിക്കുക. അല്ലാതെ ചുമ്മാ നമ്മൾ വാരിക്കൂരി കൊടുത്താൽ അവരുടെ ബ്ലെസ്സിങ്സ് നമുക്ക് കിട്ടില്ല, ഒരിക്കലും നമുക്ക് ഗുണം കിട്ടാൻ പോകുന്നില്ല. പിന്നെ നെഗറ്റീവ് കാര്യങ്ങളിൽ ഗുണം ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കരുത്. അവർക്ക് അതായത് അത്രത്തോളം അവർക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ അവരെ ഹെൽപ്പ് ചെയ്യുക. അപ്പൊ ഫുഡ് കൊടുക്കുകയോ വസ്ത്രം കൊടുക്കുകയോ, അപ്പൊ അല്ലെങ്കിൽ ഇതിപ്പോ എത്ര ആൾക്കാർക്ക് റെസണേറ്റ് ആവുന്നില്ല, പക്ഷെ ഒരു കുട മേടിച്ചു കൊടുക്കുകയോ, അത് ആർക്കൊക്കെയോ ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഒരു കുട മേടിച്ചു കൊടുക്കുകയോ, വെയിൽ കൊള്ളാതെ പോവാനോ, അല്ലെങ്കിൽ ചെരുപ്പുകൾ മേടിച്ചു കൊടുക്കുകയോ, വസ്ത്രം മേടിച്ചു കൊടുക്കുകയോ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു കുട്ടിക്കൊരു പെൻസിൽ മേടിച്ചു കൊടുക്കുകയോ, ബുക്ക് മേടിച്ചു കൊടുക്കുകയോ, അതൊക്കെ നിങ്ങൾക്ക് ഒത്തിരി ഗുണം ചെയ്യും. ഓക്കെ. എന്തിനാ ഇത് ചെയ്യാൻ പറഞ്ഞു വെച്ചാല് നമുക്കിവിടെ വീൽ ഓഫ് ഫോർച്യൂൺ കാർഡ് കിട്ടിയത് കൊണ്ട് തന്നെ നിങ്ങളുടെ കാർമിക് ആയിട്ടുള്ള എനർജി ഒന്ന് ക്ലെൻസ് ആവും. അപ്പോൾ ഈ ഒരു പോസിറ്റീവ് ഓപ്പർച്യൂണിറ്റിയിൽ എന്തെങ്കിലും ബ്ലോക്കേജസ് അഥവാ ഉണ്ടെങ്കിൽ അതും കൂടി ക്ലിയർ ആവാൻ സഹായിക്കും. അപ്പൊ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ കാർഡ്സ് വീണു. നമുക്ക് നോക്കാം. സ്റ്റാർ കാർഡ്. ഓക്കെ, സ്റ്റാർ കാർഡ്. ദാറ്റ് മീൻസ് നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ഹോപ്പ് ചെയ്യുന്നുണ്ട്. മെയിൻലി എനിക്ക് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഫീൽ ചെയ്യുന്നത്. ലവ് പരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷെ എങ്ങനെയെങ്കിലും എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ കുറച്ച് പൈസ വേണം, ബാങ്ക് അക്കൗണ്ടിൽ പൈസ വേണം. അത് ലക്ഷറീസ് ആയിട്ടോ ആഡംബരമായിട്ടോ ജീവിക്കാനല്ല. പക്ഷെ ഇപ്പോൾ ഒരു വ്യക്തി എന്നെ കല്യാണം വിളിക്കാൻ വന്നാൽ ആ ഒരു വ്യക്തിക്ക് ഒരു 500 രൂപ കൊടുക്കാൻ പോലും എൻ്റെ കയ്യിൽ മിക്കവാറും കാണത്തില്ല. ഇവരെന്തിനാണ് എന്നെ വിളിക്കാൻ വന്നത്, എനിക്ക് ആ സദ്യ വേണ്ട എന്ന രീതിയിൽ ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ യൂണിഫോം കേടായിപ്പോൾ എനിക്ക് വേറെ യൂണിഫോം മേടിക്കാൻ പറ്റുന്നില്ല, സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ എൻ്റെ ഫാമിലി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നടന്നു പോകുന്നു, ഒരു 10-12 രൂപയെങ്കിലും ഒരു ദിവസം സേവ് ചെയ്യാൻ വേണ്ടി നടക്കുന്നു, ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പം എനിക്ക് ലക്ഷറിയസ് ജീവിതം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, ഇല്ലെന്നല്ല. പക്ഷേ എനിക്ക് കാശ് വേണം, എനിക്ക് എങ്ങനെയെങ്കിലും സമ്പാദിക്കണം. എനിക്ക് എൻ്റെ ഒരു ലൈഫിൽ എൻ്റെ കൂടെയുള്ള സർക്കിളുള്ള ആൾക്കാരെ ഒരു മിഡിൽ ക്ലാസ് ലൈഫെങ്കിലും എന്നെ കൊണ്ട് ജീവിപ്പിക്കാൻ സാധിക്കണം. അതായത് ഡിസയർ നമ്മുടെ നീഡ്, ഡിസയർ എന്ന് പറഞ്ഞാൽ ലക്ഷറിയസ് ലൈഫാണ്. നമ്മുടെ നീഡ് ഫുൾഫിൽ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് നമുക്ക് പോകണമെന്ന് നമുക്ക് അതിലൊരു ഓട്ടോയിലെങ്കിലും അറ്റ്ലീസ്റ്റ് പോകാൻ സാധിക്കണം എന്നുള്ളൊരു സ്റ്റെബിലിറ്റി അത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആൻഡ് ആ ഒരു സ്റ്റെബിലിറ്റി അത് നിങ്ങൾക്ക് വന്നു ചേരാൻ പോവുകയാണ്. ദാറ്റ് ഹോപ്പ്, നിങ്ങൾ എന്താണോ ഹോപ്പ് ചെയ്യുന്നത്, കഴിവതും പൈൽ നമ്പർ 1 നിങ്ങൾ ഹോപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ ബാങ്ക് ബാലൻസ് നല്ലൊരു തുക ഉണ്ടാവണമെന്നതായിരിക്കണം. അതാണ് എനിക്ക് വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നത്. എത്ര ആൾക്കാർ റെസൊണേറ്റ് ആവുന്ന അറിയില്ല. അപ്പൊ അത് നിങ്ങൾക്ക് സാധ്യമാകുന്നുണ്ട് ഈ ഒരു നെക്സ്റ്റ് 3 months നിങ്ങൾ എഫേർട്ട് എടുക്കുമ്പോൾ. അല്ലെങ്കിൽ ഈ ഒരു വർഷം നിങ്ങൾക്ക് ആ ഒരു പോസിറ്റീവ് ഗെയിൻ ഉണ്ടാകും. നിങ്ങൾ വർക്ക് ചെയ്താല്, പോസിറ്റീവ് കർമ്മയിലൂടെ നിങ്ങൾ വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അത് സാധ്യമാണ്. ദ സ്റ്റാർ. ഇപ്പൊ നിങ്ങൾ ലവ് ലൈഫിലാണെങ്കിലും നിങ്ങൾ എന്താണ് ഹോപ്പ് ചെയ്യുന്നത്, ഒരു സമാധാനപരമായിട്ടുള്ള ജീവിതമാണോ, നിങ്ങൾ എന്താണ് ഹോപ്പ് ചെയ്യുന്നത്, അത് നിങ്ങളിലേക്ക് വന്നു ചേരും. തീർച്ചയായിട്ടും വന്നു ചേരും. ഒരു പാർട്ട്ണറിന്റെ കൂടെ നല്ലൊരു ഡേറ്റ് ആണോ, അല്ലെങ്കിൽ ഒരു ദിവസം സമാധാനമായി വീട്ടിൽ കിടന്ന് ഉറങ്ങാനാണോ, എന്താണോ നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ പീരിയഡിൽ ആഗ്രഹിക്കുന്നത്, അത് വന്നു ചേരും. നിങ്ങളുടെ ഹോപ്പ് അത് ഫുൾഫിൽ ചെയ്യും. യൂണിവേഴ്സ് നിങ്ങൾക്ക് അത് തരും. നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ വിൽ വർക്ക്. ഈ പ്രസന്റിൽ നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വിചാരിക്കുമല്ലോ, അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങളുടെ ഹോപ്പ് അത് തീർച്ചയായിട്ടും യൂണിവേഴ്സിൽ ഫുൾഫിൽ ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഒരു 3 മാസത്തിൽ പൈസയും അബണ്ടൻസും വിഷ് ഫുൾഫിൽമെന്റും അതുപോലെ നിങ്ങളുടെ ഹെൽത്ത് ബെറ്റർ ആവുന്നതായിട്ടും, സ്റ്റാർ എന്ന് പറയുന്നത് ഹീലിംഗ് എനർജിയും കാണിക്കുവേ. അപ്പൊ നിങ്ങളുടെ ഹെൽത്ത് ബെറ്റർ ആവുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഗൈസ്, ഈ ഒരു മാസം അല്ലെങ്കിൽ നെക്സ്റ്റ് 3 months നിങ്ങൾ എന്തൊക്കെ ബേർഡൻസ് ചുമക്കുന്നുണ്ടോ ആ ഒരു ബേർഡൻസിൽ നിന്ന് നിങ്ങൾക്ക് റിലീഫ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. 10 of Swords. അതായത് നിങ്ങൾ ചിലപ്പോ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് നിങ്ങൾ യെസ് പറഞ്ഞു പോയിട്ടുള്ള ബേർഡൻ ആയിരിക്കാം. മാനസികമായിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ നിങ്ങൾ ഒട്ടും പ്രിപ്പയർഡ് അല്ലാത്ത ഒരു ബേർഡൻ ആയിരിക്കാം. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ബേർഡനിൽ നിങ്ങൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഡിറ്റാച്ച് ആവാൻ ഈ ഒരു 3 മാസം നിങ്ങളെ സഹായിക്കും. അല്ലെങ്കിൽ ഈ ഒരു 3 മാസത്തിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് തലയൂരാൻ സാധിക്കും. ആ ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ തലയിൽ നിന്ന് മാറ്റാൻ നിങ്ങൾക്ക് പറ്റും.
ഈ റെസ്പോൺസിബിലിറ്റീസ് കാരണം നിങ്ങളുടെ മാനസിക നില തെറ്റിപ്പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തലവേദന ആയിട്ടുണ്ടോ, അതിൽ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു മോചനം ഉണ്ടാവും. അതിൽ കൂടെയും നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങളുടെ മൈൻഡ് ഇമ്പ്രൂവ് ആവും. ഏരിസ്, ലിയോ, സെജിറ്റേറിയസ് ആ ഒരു രാശിയാണ് നിങ്ങളുടേതെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു സോഡിയാക് സൈനിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ഉണ്ടാകും ഈ ഒരു 3 months. അതുപോലെ തന്നെ 10 of Wands ഉണ്ട്, അത് ട്രാവലിങ്ങിനെയും കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് 3 months നിങ്ങൾക്ക് പുതിയൊരു ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സംതിങ് ന്യൂ ഇസ് കമ്മിങ് ടു യുവർ ലൈഫ്. അതൊന്നെങ്കിൽ സ്പിരിച്വൽ ജേർണി ആയിരിക്കാം, ഇല്ലെങ്കിൽ നമ്മളുടെ മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിച്ച ഒരു യാത്രയായിരിക്കാം. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ നിൽക്കുന്ന സ്ഥലം നിങ്ങൾക്ക് തികച്ചും ഫേവറബിൾ അല്ല, അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന കമ്പനി നിങ്ങളെ വല്ലാണ്ട് അലട്ടുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു, സത്യം പറഞ്ഞ ഒരു ഒളിച്ചോട്ടം, അത് നിങ്ങൾക്ക് താല്പര്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്ഥലത്ത് നിന്ന് മാറണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ട്രാൻസ്ഫർ ഉണ്ടാവണം, അങ്ങനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ഈ ഒരു നെക്സ്റ്റ് 3 months നിങ്ങൾക്ക് സാധ്യമാണ്. കാരണം ഈ ഒരു 3 months നിങ്ങൾക്ക് അതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് തോന്നുന്ന ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ താല്പര്യപ്പെടുന്നു. ആൻഡ് അത് കാരണം നിങ്ങൾ ട്രാവൽ ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു രാജ്യത്തിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നുണ്ട്, അവിടെ ഓപ്പർച്യൂണിറ്റീസ് നല്ലതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് അവിടെ ഉണ്ട് എങ്കിലും നിങ്ങൾക്ക് അവിടെ പോകാൻ സാധിക്കും അബ്രോഡ്. ഇപ്പൊ പുറത്തേക്ക് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ പാസ്പോർട്ട് റെഡി ആവുന്നില്ല, നിങ്ങളുടെ ഐലറ്റ്സ് ക്ലിയർ ആവുന്നില്ല, നിങ്ങളുടെ പരീക്ഷ പാസ്സാവാൻ പറ്റുന്നില്ല, പേപ്പർ കൊടുത്തിട്ട് ശരിയാവുന്നില്ല, തെറ്റുകൾ വന്നു, പാസ്പോർട്ട് റെഡി ആവുന്നില്ല, വാട്ട് എവർ ഇറ്റ് ഈസ്, അത് നിങ്ങൾക്ക് പുറത്തേക്ക് പോകാനുള്ള സ്ട്രഗിൾസ് ഈ ഒരു 3 മാസം കൊണ്ട് മാറി കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലത്തെ ചിലപ്പോൾ നിങ്ങൾ നല്ലൊരു ഡാൻസർ ആയിരിക്കാം, നല്ലൊരു സിംഗർ ആയിരിക്കാം, ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യുന്നവരായിരിക്കാം, ഒരു ബിസിനസ് നടത്തിയിരുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു ഹീലറോ കൗൺസിലറോ ഒക്കെ ആയിരുന്നിരിക്കാം. പക്ഷെ പെട്ടെന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ തലയിൽ വന്നപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെഡിറ്റേഷന് പോലും സമയമില്ലാത്തൊരു എനർജിയിലേക്ക് നിങ്ങൾ വീണു പോയെങ്കിൽ ഈ ഒരു 3 months നിങ്ങൾക്ക് അത് റിക്കവർ ആയി വരും. അതുപോലെ ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ ജോലി വിടേണ്ടി വന്നു, അല്ലെങ്കിൽ ജോലി കിട്ടുന്നില്ല എന്ന സ്ട്രഗിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾക്ക് സെൽഫ് റിയലൈസേഷൻ ഉണ്ടാകുന്നു എന്നും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ആരാണെന്നും, അല്ലെങ്കിൽ നിങ്ങൾ എന്താണെന്നും, നിങ്ങൾ എന്തിനാണ് വന്നതെന്നുമുള്ള സെൽഫ് റിയലൈസേഷൻ ഐ തിങ്ക് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ എന്തിനാ വന്നത്, നിങ്ങളുടെ പേർപ്പസ് എന്താണ്, നിങ്ങളുടെ പേർപ്പസ് നിങ്ങൾ എങ്ങനെയായിരിക്കും ഈ ഒരു ലൈഫ് ടൈമിൽ കംപ്ലീറ്റ് ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ ചലഞ്ചസ് ഒത്തിരി വരും. ഇപ്പൊ നിങ്ങൾ എക്സ്പെഷ്യലി നിങ്ങൾ സോൾ പർപ്പസ് ഒക്കെ തപ്പി പോവുകയാണെങ്കിൽ ഒത്തിരി ചലഞ്ചസ് വരും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ചലഞ്ചസ് വരുന്നത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമ്മൾ അറിയാനും, കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് യൂണിവേഴ്സിനെ മനസ്സിലാക്കാനും, കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് സ്പിരിച്വൽ പവേഴ്സ് ആർജിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്താൽ നമുക്കത് പോസിറ്റീവായിട്ട് മനസ്സിലാവും. നമ്മൾ മെറ്റീരിയലിസ്റ്റിക് ലൈഫിലെ ഡിസൈഴ്സിന്റെ പിറകെ ഓടിയാൽ നമുക്കത് ഭാരമായി തോന്നും. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും വന്ന് നമ്മുടേതായിട്ടുള്ള സോൾ പർപ്പസ് നിറവേറ്റാനാണ്. അപ്പൊ അതിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ, നിങ്ങളുടെ ആ സോൾ പർപ്പസിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിക്ടറി ഉണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടും, ആഗ്രഹപരമായിട്ടും, വിജയപരമായിട്ടും, കോമ്പറ്റേറ്റീവ് എക്സാം പരമായിട്ടും ഒക്കെ മെറ്റീരിയലിസ്റ്റിക് ലൈഫിന്റെ ആംഗിളിൽ നിന്ന് നോക്കിയാൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഇഫക്റ്റുകൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിക്ടറി, വിജയം, ഫ്യൂച്ചർ പ്ലാനിങ്ങിന്റെ ഒക്കെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. സ്പിരിച്വാലിറ്റിയുടെ സോണിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ സോൾ പർപ്പസ് നിങ്ങൾ തിരിച്ചറിയാനും, നിങ്ങൾ എന്തിനാണ് വന്നത് എന്നതിനെ കുറിച്ച് തിരിച്ചറിയാനും, അതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകാനും, കുറച്ചും കൂടി ശാന്തി ലഭിക്കാനും, കുറച്ചും കൂടി സെൽഫ് വർത്ത് എന്താണെന്ന് മനസ്സിലാക്കാനും, ഇന്നർ വർക്ക് ചെയ്യാനും നിങ്ങളത് പ്രേരിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു 3 മാസത്തിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സാധ്യമാവും കേട്ടോ. ഒന്നുകിൽ സ്പിരിച്വാലിറ്റി, ഇല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ഗെയിം. നിങ്ങൾ ഏതൊരു സോണിലാണോ ജീവിക്കാൻ താല്പര്യപ്പെടുന്നത്, മെറ്റീരിയലിസ്റ്റിക് ആയിരിക്കും, സ്പിരിച്വൽ ആയിരിക്കും, അതിന്റെ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. നിങ്ങൾ ബേസിക് സ്റ്റേജിൽ നിൽക്കുന്നതല്ല, നിങ്ങളൊരു എബോവ് ആവറേജ് ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ബാക്കി അതിലേക്ക് വർക്ക് ചെയ്യുക. ഇപ്പോൾ മെറ്റീരിയലിസ്റ്റിക് ആണെങ്കിലും സ്പിരിച്വൽ ആണെങ്കിലും നിങ്ങൾ ഏതൊരു ഇതിലാണ് നിൽക്കുന്നത് കണ്ടോ, നമുക്ക് കിട്ടിയിട്ടുള്ള 3 of Wands എനർജിയാണ്. അതായത് നിങ്ങൾ തൊട്ടടുത്ത് തന്നെയാണ് നിൽക്കുന്നത് കണ്ട്. ഈ ഒരു സൗത്ത് ബോർഡിനകത്ത് കയറിയിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങിയാൽ മാത്രം മതി. ബാക്കിയെല്ലാം നിങ്ങൾ അച്ചീവ് ചെയ്തിട്ട് നിങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്താൻ വളരെ ഈസിയിൽ നിങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്താൻ വേണ്ടി നിങ്ങൾ റെഡി ആയി നിൽക്കുകയാണ് എന്ന എനർജിയാണ് കാണിക്കുന്നത് 3 of Wands. ഇപ്പൊ 2 of Wands കിട്ടുന്നത് ഞാൻ പറഞ്ഞത് ഇനി 2-3 സ്റ്റെപ്പുകൾ നിങ്ങൾ വെക്കാനുണ്ടെന്ന്. പക്ഷെ നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നത് അതിന്റെ എല്ലാ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ ഓൾറെഡി മനസ്സിലായി കഴിഞ്ഞു. അവിടേക്ക് എത്തിയാൽ മതി. അപ്പൊ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് വിനിയോഗിക്കുക. ആൻഡ് ഈ ഒരു 3 months നിങ്ങളുടെ മരിച്ചുപോയ ആൾക്കാരുടെ ആണെങ്കിലും, യൂണിവേഴ്സിന്റെ ആണെങ്കിലും, ഏതൊരു സ്പിരിച്വൽ പവർ നിങ്ങൾ വിശ്വസിക്കുന്നതാണെങ്കിലും അതിന്റെ ഗൈഡൻസും, അതിന്റെ ആ ഒരു ഇൻസ്റ്റിങ്റ്റും, അതിന്റെ ഒരു ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള എനർജിയും നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും, നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും.
നിങ്ങളുടെ ഇന്നർ ആയിട്ടുള്ള ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങളോട് സംസാരിക്കും. ലോട്ട് ഓഫ് ലൈറ്റ്സ്, ലോട്ട് ഓഫ് മെഴുകുതിരി നിങ്ങൾക്ക് വേണ്ടി കത്തിക്കപ്പെടുന്നതായിട്ടും യു ആർ ബ്ലെസ്ഡ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ബ്ലെസ്സിങ്സ് നിങ്ങളുടെ അച്ഛനമ്മമാരിൽ നിന്നും ഒക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ ഭൂമിയിൽ ഇല്ലാത്ത ആ ഒരു ബ്യൂട്ടിഫുൾ സോൾസിന്റെ ഒക്കെ നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു 3 മാസം. ആൻഡ് നിങ്ങൾ ആൻസിസ്റ്റേഴ്സിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക. കാരണം ഈ ഒരു 3 മാസം നിങ്ങൾക്ക് അവരുടെ ബ്ലെസ്സിങ്സ് വേണം. ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് വളരെയധികം ഗുണം കിട്ടും. കാരണം ഈ ഒരു സമയത്ത് അവരുടെ ബ്ലെസ്സിങ്സിന്റെ ആവശ്യം നിങ്ങൾക്ക് ഏറെയാണ്. ഓൾറെഡി നിങ്ങൾ അവരെ പരിചരിച്ചും അതുപോലെ ആൻസിസ്റ്റേഴ്സിന് അതിൻ്റെതായിട്ടുള്ള പാട്ട് നിങ്ങൾ കൊടുത്ത് അവർക്ക് വേണ്ടി വിളക്ക് കത്തിക്കുന്നുണ്ട്, ബലിയിടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഈ ഒരു 3 മാസം വളരെ പ്രോഫിറ്റബിൾ ആയിട്ടിരിക്കും അവരുടെ ബ്ലെസ്സിങ്സ്. അതുപോലെ പല തടസ്സങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ വന്നിട്ടുണ്ട്, അതൊക്കെ വളരെ കുറയുന്നതായിട്ടും സിംപിളി നിങ്ങൾക്ക് പല കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ പറ്റുന്നതായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യും. നിങ്ങൾ മനസ്സിലാക്കും ഈ ഒരു 3 മന്ത്സിൽ. ഞാൻ ഒരിക്കലും പറയുന്നില്ല തടസ്സങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല, നിങ്ങൾ നല്ലൊരു കറക്റ്റ് നല്ല വഴിയിൽ പെട്ടെന്ന് നിങ്ങൾ ചെല്ലുമെന്ന് പറയുന്നില്ല. പക്ഷെ നിങ്ങളുടെ ഒബ്സ്റ്റക്കിൾസ് കുറയും, അല്ലെങ്കിൽ നിങ്ങളുടെ ഒബ്സ്റ്റക്കിൾസിനെ സോർട്ട് ഔട്ട് ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. അതുപോലെ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ ലാപ്പസ് സ്റ്റോൺ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അമഥസ്റ്റ് സ്റ്റോൺ ഉപയോഗിക്കാം. നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സുമായിട്ട് നിങ്ങൾ ഈ ഒരു 3 മാസം കണക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ 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 ഗുണം ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ദേവിയുടെയോ ദേവന്റെയോ ഡിവോട്ടിയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഏഞ്ചൽസിനെ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഈ 3 മാസം. അതുപോലെ ഈ ഒരു 3 മാസത്തിൽ ഒന്നുകിൽ നിങ്ങൾക്ക് പ്രോപ്പർട്ടി വന്നു ചേരാനുള്ള സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പുതിയ ന്യൂ അച്ചീവ്മെന്റ്സ് മേടിക്കാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു 3 മാസത്തിൽ എന്ന് കാണുന്നുണ്ട്. പുതിയ വീട്, കാറ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് സ്വത്തുക്കൾ കിട്ടുക, അല്ലെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഫ്യൂച്ചറിന് വേണ്ടി അതിനുവേണ്ടി പ്ലാൻ ചെയ്യുക, അല്ലെങ്കിൽ ഇതുവരെ നടക്കാതിരുന്ന, അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം ശ്രമിച്ചിട്ടും പറ്റാതിരുന്ന കാര്യങ്ങൾ ഈ ഒരു 3 മാസം നിങ്ങൾക്ക് അനുകൂലമായി വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു 3 മാസത്തില് നിങ്ങൾ സേവിങ്സ് സ്റ്റാർട്ട് ചെയ്യും, പുതിയ ചിട്ടി അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റോക്കിലിടും, അങ്ങനെ വാട്ടെവർ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സേവിങ്സ് നിങ്ങൾ ഇട്ട് അത് നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആകാൻ പോവുകയാണ്. അത് നിങ്ങളുടെ ഒരു സ്റ്റാർട്ട് ആയിരിക്കാം, പക്ഷെ അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വളരെയധികം ബെനിഫിറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഒരു 3 മാസം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ലവ് ലൈഫിലും നിങ്ങളുടേതായിട്ടുള്ള ഫാമിലിയിലും ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള അനുഭവങ്ങൾ കിട്ടിയേക്കാം എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ബോത്ത് മെറ്റീരിയലിസ്റ്റിക് ആൻഡ് സ്പിരിച്വൽ ലൈഫിൽ നിങ്ങൾക്ക് പോസിറ്റിവിറ്റി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല ഗൈഡൻസിൽ മുന്നോട്ടേക്ക് പോകാം. കാരണം ഈ ഒരു 3 മന്ത്സ് പൈൽ നമ്പർ 1 നിങ്ങൾക്ക് വളരെയധികം അനുകൂലമാണ് എന്നതാണ് കാണുന്നത്. ഓക്കെ, ആൻഡ് സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടാവാനുള്ളതും ബെറ്റർ ഗ്രോത്ത് ഉണ്ടാവാനുള്ള എനർജിയും ആൻഡ് ബെറ്റർ ലവ് ലൈഫ് ഉണ്ടാവാനുള്ള എനർജിയും ഉണ്ട്. ലവ് ലൈഫിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സംസാരിച്ചില്ല, കാരണം നമ്മൾ ഡെയിലീസ് അങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് ലവ് ലൈഫിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് അനുകൂലിക്കട്ടെ. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ഗൈഡൻസ് ആണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തുക. അതുപോലെ തന്നെ പൈൽ നമ്പർ 1 സിട്രിൻ ധരിക്കുക. സിട്രിൻ ഇസ് ദ മോസ്റ്റ് അബണ്ടന്റ് ക്രിസ്റ്റൽ. എനിക്കറിയാവുന്നതിൽ ഏറ്റവും അബണ്ടൻസ് ആയിട്ടുള്ള ക്രിസ്റ്റൽ സിട്രിൻ ആണ്. സിട്രിനേക്കാൾ കുറച്ചും കൂടി നല്ലത് ഫെർനൈറ്റ് ആണ്, പക്ഷെ ഫെർനൈറ്റിന് പേയ്മെന്റ് കൂടുതലാണ്, വില കൂടുതലാണ് അത് ആ ഒരു ക്രിസ്റ്റലിന്. സോ സിട്രിന് പോവുക, സിട്രിൻ നിങ്ങൾക്ക് നല്ലതായിട്ട് അനുകൂലിക്കും. നമുക്ക് ഫെർനൈറ്റും സിട്രിനും അവൈലബിൾ ആണ്. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനർജൈസ്ഡ് ചാർജ്ഡ് ക്രിസ്റ്റൽസ് മേടിക്കാൻ വേണ്ടി താഴെ കാണിക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ മെസ്സേജ് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ മെസ്സേജ് ചെയ്യാം. നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിംഗ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് വരാവുന്നതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം, അല്ലെങ്കിൽ സെക്കൻഡ് പൈലിൽ കാണാം. ബൈ ബൈ. താങ്ക് യു ആൾ. ലവ് യു. ഹായ് ഗൈസ്, അപ്പോൾ നിങ്ങൾ സെക്കൻഡ് പൈലായിട്ടുള്ള നമ്മുടെ ടൈഗേഴ്സ് ഐ ആണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാൻ തോന്നിയിട്ടുള്ളതെങ്കിൽ നെക്സ്റ്റ് 3 മന്ത്സിൽ എന്തൊക്കെ മാറ്റങ്ങളാണ്, എന്തൊക്കെ പോസിറ്റീവ് ചേഞ്ചസ് ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ഫസ്റ്റ് പൈലിൽ നിങ്ങൾക്ക് റെസോണേറ്റ് ആയി, ബട്ട് സെക്കൻഡ് കൂടി കാണാനാണ് നിങ്ങൾ വന്നതെങ്കിൽ വന്നോളുക. ബിക്കോസ് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് പൈലിന്റെ എനർജിയും എനിക്ക് സെക്കൻഡ് പൈലിൽ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് പൈല് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഫസ്റ്റ് പൈലിന്റെ എനർജിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യണം എന്ന് എനിക്ക് തോന്നി. സോ ഇഫ് നിങ്ങൾ സെക്കൻഡ് പൈലാണ് എടുത്തിട്ടുള്ളതെങ്കിൽ ഫസ്റ്റ് പൈല് കൂടെ ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, മേ ബി നിങ്ങൾക്ക് അതിനകത്ത് മെസ്സേജസ് ഉണ്ടായിരിക്കും. പ്ലീസ് ഗൈഡൻസ്. കാരണം ഫസ്റ്റ് പൈലില് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാർഡ്സ് കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾക്കൊരു ഇൻസ്പിറേഷനും ഒരു മോട്ടിവേഷനും ആയേക്കാം. സെക്കൻഡ് പൈൽ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. Please guide us. Please guide us. നിങ്ങൾക്ക് കോൺഫിഡൻസിന്റെ കുറവുണ്ടെന്ന് എനിക്ക് കാർഡ് ഷഫിൾ ചെയ്തപ്പോൾ ഫീൽ ചെയ്യുന്നു കേട്ടോ. അത് എന്താണെന്ന് അറിയില്ല. നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ സ്വന്തമായ ഒരു ആത്മവിശ്വാസം ഇല്ലാത്തതുപോലെ കേട്ടോ. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ കിട്ടിയിട്ടുള്ള 6 ഓഫ് വാൻഡ്സ് ആണ്. എനിക്ക് ആത്മവിശ്വാസം ഇല്ലെന്നാണ് തോന്നിയത്, പക്ഷെ ഇത് കണ്ടിട്ട് എനിക്ക് മുഴുവൻ ആത്മവിശ്വാസം പോലെ.
അല്ലെങ്കിൽ നെക്സ്റ്റ് 3 months നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങൾ കൈവരിക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കും എന്ന എനർജിയാണ്. കാരണം ഇത് കണ്ടോ, ഇത് പുതിയൊരു ചാപ്റ്ററിനെ, പുതിയൊരു സംരംഭത്തെ, ഒരു ന്യൂ ബിഗിനിങ്ങിനെ, അല്ലെങ്കിൽ കുറെ നാളായി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ വി വെയർ നോട്ട് കോൺഫിഡന്റ്, നമ്മൾ കോൺഫിഡന്റ് അല്ലാത്തത് കൊണ്ട് നമ്മൾ അറിയാതെ പോയി, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളും നമ്മൾ ചെയ്തിരുന്നില്ല, അല്ലെങ്കിൽ അന്ന് ഞാൻ ആ ഒരു സ്റ്റെപ്പ് എടുത്തിരുന്നെങ്കിൽ ഇന്ന് ഞാൻ വേറൊരു ലെവലിൽ നിന്നേനെ എന്ന രീതിയിലുള്ള തോട്ടുകളും റെഗ്രറ്റുകളും നിങ്ങളുടെ മനസ്സിലുണ്ടോ എങ്കിൽ ആ ഒരു ദിശയിലേക്ക് തന്നെയായിരിക്കും ഒരു പരിധിവരെ യൂണിവേഴ്സ് ചൂണ്ടുന്നത്. ഒരു നെക്സ്റ്റ് 3 months നിങ്ങൾക്ക് ഈ ഒരു രാജാവിന്റെ പദവി പോലെയാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്, അല്ലെ? അതായത് എന്തൊക്കെയോ സെലിബ്രേഷന് പോവാണ്, അല്ലെങ്കിൽ നമ്മളൊരു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, നമ്മളിപ്പം ഫിലിം ഫീൽഡിലാണോ, നമ്മൾ ഫെയിം ആഗ്രഹിച്ചു, അല്ലെങ്കിൽ ഒരു പരിധി പണ്ട് നമുക്ക് ഫെയിം ഉണ്ടായിരുന്നു, നമ്മുടെ പ്രോജക്ട്സ് വെൽ വർക്കിംഗ് ആയിരുന്നു, പക്ഷെ ആഫ്റ്റർ ദാറ്റ് വളരെ എന്താണ് ഡൗൺസിലേക്ക് പോയി, അങ്ങനത്തെ ഒരു എനർജി ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ മേ ബി നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരിക്കാം, അപ്പൊ അതിന് ഗ്രോത്ത് ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കഴിവുണ്ട് പക്ഷെ നിങ്ങൾക്ക് അത് മാർക്കറ്റ് ചെയ്യാൻ അറിയില്ല. ഇങ്ങനത്തെ ഒത്തിരി 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 പ്രശ്നങ്ങൾ നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. അല്ലെങ്കിൽ ഒരു സൈഡ് ഇൻകത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുന്നുണ്ട് പക്ഷെ അതൊന്നും സെറ്റ് ആകുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ നിങ്ങൾ വർക്ക് ഫ്രം ഹോം പോലെയുള്ള കാര്യങ്ങൾ ആണ് നോക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഫെയിം പരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം നിങ്ങൾക്ക് മേ ബി എക്സ്ട്രാ ഇൻകം കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ചുറ്റുമുള്ളവർ എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ ജലസ് ആയിരിക്കാം. കുറെ ആൾക്കാർ നിങ്ങളുടെ വിജയത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, പക്ഷെ കുറെ ആൾക്കാര് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ കുറെ ആൾക്കാർ ജലസിയോടുകൂടി നോക്കുന്നുണ്ട്. കാരണം ഒരു വ്യക്തി അവന്റെ ഡിസയേഴ്സ്, അവന്റെ ലക്ഷറിയസ് കാറിൽ, നമുക്കിപ്പോ കുതിരയല്ലല്ലോ, കാറായിരിക്കാം, ലക്ഷറിയസ് കാറിൽ പോകുമ്പോ വാവു അവൻ ഇത്രത്തോളം അബണ്ടന്റ് ആയല്ലോ, അവൻ രക്ഷപ്പെട്ടു അല്ലെ എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. ഓ കാശിന്റെ അഹങ്കാരം കാണിക്കുക എന്ന രീതിയിൽ പറയുന്നവരുണ്ട്, അല്ലെ? 2 തരത്തിലുള്ള ആൾക്കാരുണ്ട്. അപ്പൊ എനിക്ക് ഈ കാർഡിൽ നിന്ന് മനസ്സിലാവുന്നത് നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ ഇരിക്കാൻ അർഹതപ്പെട്ടവരാണ്. നിങ്ങൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പൊസിഷനിൽ ഇരിക്കാൻ പറ്റും, പൈൽ നമ്പർ 2. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് കോൺഫിഡൻസ് ആണ്. ടൈഗർ ഐ എന്ന് പറയുന്നത് ഒരു കോൺഫിഡൻസ് ബ്രേവറി ബ്രേസ്ലെറ്റ് ആണ്. അതായത് സ്റ്റെപ്പ് എടുക്കണം, എനിക്കത് ചെയ്യണമെങ്കിൽ എനിക്ക് ചെയ്യണം, ഓക്കെ, ആ ഒരു എനർജി, ആ ഒരു കോൺഫിഡൻസ് കൊണ്ടുവരണം. ഇപ്പൊ ടൈഗർ ഇടാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ കാർണേലിയന് പോവുക, കാർണേലിയന് ഒത്തിരി നല്ലതായിരിക്കും കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. തുടക്കത്തിൽ തന്നെ വളരെ പോസിറ്റീവ് എനർജിയാണ്. അതായത് ഈ ഒരു കാർഡ് ഞാൻ ഈ പറഞ്ഞ ആസ്പെക്ട് അല്ലാതെ തന്നെ വിക്ടറി, സക്സസ് അതിനെയൊക്കെ കാണിക്കും. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ കഠിനാധ്വാനം ചെയ്യുന്നു, എനിക്ക് തോന്നുന്നു ചിലപ്പോൾ 6 വർഷമായിട്ട് കഠിനാധ്വാനം ചെയ്യുന്നുണ്ടായിരിക്കും. അത് എന്ത് കാര്യത്തിനെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇറ്റ്സ് കളക്റ്റീവ് റീഡിങ്, ബട്ട് ഒരു 6 weeks ആയിരിക്കാം, 6 months ആയിരിക്കാം, 6 years ആയിരിക്കാം. നിങ്ങൾ പ്രയത്നിക്കുന്നുണ്ട് എങ്കിൽ ഇറ്റ് വിൽ ഹാപ്പൻ ഇൻ ദ 3 months. അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലേക്ക് പോകാനുള്ള വഴി തീർച്ചയായിട്ടും നിങ്ങൾക്ക് തുറക്കും. ആ ഒരു അബണ്ടൻസ് നിങ്ങൾക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ തന്നെ 2025 നിങ്ങൾക്ക് അതൊരു പോസിറ്റീവ് ഇമ്പാക്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. ഒരു അബണ്ടൻസ്, ഒരു ലക്ഷറി, ഒരു മേ ബി നിങ്ങൾ ഒരു കാർ മേടിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അത് EMI ആയിരിക്കാം, അല്ലെങ്കിൽ ലോൺ ആയിരിക്കാം, ബട്ട് യു വിൽ ഗെറ്റ് ദാറ്റ്. മനസ്സിലായോ? ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്കിലാണെങ്കിൽ നമുക്ക് 9 of Cups ആയിട്ട് കിട്ടുന്നത്. 9 of Cups എന്ന് പറയുന്നത് ഓൾവേസ് നമ്മളെ ഹാർഡ് വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറയുന്നു. അതുപോലെ ചില ആൾക്കാരില്ലേ, ഒരു സംരംഭം തുടങ്ങി വിജയിച്ചു, വെച്ചടി അവർക്ക് കയറ്റമുണ്ടായി, അവർക്ക് ലക്ഷറി ഉണ്ടായി എന്ന് പറയുന്നില്ലേ, ആ ഒരു കൈൻഡ് ഓഫ് എനർജിയിലേക്ക് നിങ്ങൾ വീഴാൻ പോവാണ്. അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് എനർജി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കും. ആ ഒരു ഫെയിം അല്ലെങ്കിൽ അതായത് നമ്മുടെ സമയം ശരിയാകുമ്പോൾ നമ്മൾ തൊടുന്നതെല്ലാം പൊന്നാവെന്ന് പറയില്ലേ, ആ കൈൻഡ് ഓഫ് എനർജിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. ആ ഒരു കൈൻഡ് ഓഫ് എനർജി നിങ്ങൾ അട്രാക്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്ന എനർജിയാണ്. ഇത് രണ്ടും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാർഡാണ്. മേ ബി അതുകൊണ്ടായിരിക്കാം ഫസ്റ്റ് പൈലും കൂടി കാണാൻ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. കാരണം ഫസ്റ്റ് പൈൽ തുടക്കത്തിലേ നമുക്ക് പോസിറ്റീവ് കാർഡ് കിട്ടി, പക്ഷെ ഫസ്റ്റ് പൈലിന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ കർമ്മയ്ക്ക് അനുസരിച്ചിരിക്കും എന്നതാണ് നമുക്ക് കിട്ടിയത്. പക്ഷെ നിങ്ങൾക്ക് പോസിറ്റിവിറ്റിയും ഗ്രോത്തും ഉണ്ടാകും, ഒരു സൊസൈറ്റിയിൽ ഒരു ഫെയിം ഉണ്ടാകുമെന്ന് കാണിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് എനിക്ക് കാണുന്നത് നിങ്ങളുടെ ആ ഒരു സെൽഫ് ആയിട്ടുള്ളതിൽ നിന്ന് നിങ്ങൾക്ക് ഫെയിം ഉണ്ടാവും, ഒരു അബണ്ടൻസ് നിങ്ങളിലേക്ക് വന്നു ചേരും. അതായത് പൈൽ ടു നിങ്ങളുടെ റീഡിങ് നിങ്ങൾക്ക് മാത്രമുള്ളതാണ് പോലെ. ഓക്കെ, മറ്റാൾക്കാർ നിങ്ങളെ കുറിച്ച് ചിന്തിക്കാതിരിക്കോ നിങ്ങളുടെ പോക്കറ്റിലേക്ക് അബണ്ടൻസ് വീഴുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഹാർഡ് വർക്ക്, അതായത് ബിക്കോസ് ഓഫ് യു, അത് നിങ്ങൾ ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നില്ലെന്നല്ല, ബട്ട് നിങ്ങളുടെ അടുത്തേക്ക് അത് വരുന്നുണ്ട്. നമ്മൾ അടുത്തേക്ക് വരിക, നമ്മൾ പോയി മേടിക്കുന്നതും നമ്മൾക്ക് കൊണ്ടുതരുന്നതും ഡിഫറെന്റ് ആണ്, അല്ലെ? അപ്പം ഇത് നിങ്ങൾക്ക് കൊണ്ടുതരികയാണ്, നിങ്ങൾക്ക് ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ് എന്ന കൈൻഡ് ഓഫ് എനർജി. അതുപോലെ എനിക്കിവിടെ ആരൊക്കെയോ കോമ്പറ്റേറ്റീവ് എക്സാംസ് ക്ലിയർ ചെയ്യുന്നത് പോലെ സംബഡി ഈസ് ഗോണ ബി IAS,
IPS ആ ഒരു റേഞ്ചിൽ, അല്ലെങ്കിൽ ഗവൺമെന്റ് സർവന്റ് ആവാനുള്ള ഒരു എനർജി, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കോഴ്സ് പഠിക്കാൻ, അല്ലെങ്കിൽ MBBS എഞ്ചിനീയറിംഗ് ഈ ഒരു കൈൻഡ് ഓഫ് രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ എന്താണ് ലിവിങ് സ്റ്റാൻഡേർഡുകൾ ഉയരുന്ന എനർജി കാണിക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ലിവിങ് സ്റ്റാൻഡേർഡ് ഉയരുന്നു എന്ന എനർജി. അതിൽ മറ്റൊരാൾക്ക് മേ ബി അസൂയ ഉണ്ടായിരിക്കാം, അവൻ കാശിന്റെ അഹങ്കാരം കാണിക്കുന്നു എന്നൊരു ഇതിൽ നിങ്ങൾക്ക് റിഫ്ലക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കും വരുന്നത്. പക്ഷെ നിങ്ങളുടെ ഇമോഷണലി നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ആൾക്കാരുണ്ടാകും എന്ന് കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് അത് നമുക്ക് കിട്ടിയിട്ടുണ്ട് 3 ഓഫ് പെന്റിക്കിൾസ്, അതായത് നെക്സ്റ്റ് 3 months ഉള്ള നിങ്ങളുടെ അബണ്ടൻസ്. അതുപോലെ മേ ബി ഒരു 2025 നിങ്ങളുടെ മാരേജിന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ട്രൂ ലൈഫ് പാർട്ട്ണറിനെ മീറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം കാണുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡിസയേഴ്സ് കംപ്ലീറ്റ് ആകുന്നു. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പാഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഹാർഡ് വർക്കിലൂടെ അല്ലെങ്കിൽ ടീം വർക്കിലൂടെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിട്ടും മനസ്സിലാവുന്നുണ്ട്. മാരേജും ഒരു കണക്കിന് നമ്മളിൽ അട്രാക്ട് ചെയ്യുന്നത് കുറെ വർഷമായിട്ട് 2026 നിങ്ങൾക്ക് കല്യാണം എന്ന് നിങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത് 2025 ലാസ്റ്റോടുകൂടി നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് ഓൾസോ നിങ്ങൾ പൊളിറ്റിക്സിലാണെങ്കിൽ ഇത് നമ്മുടെ ആ ഒരു ഗ്രൂപ്പ് വർക്ക് പോലെ കാണിക്കുന്നുണ്ട്. ഇത് എത്ര ആൾക്കാർക്ക് റെസണേറ്റ് ആവുന്നറിയില്ല. പക്ഷെ നിങ്ങൾ രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സ്റ്റെപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു വിജയകരമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയത്തിലാണ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചുമതല വഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ മാരേജ് എന്നത് വലിയ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നു. നെക്സ്റ്റ് 3 months ചിലപ്പോൾ അതിന്റെ നിങ്ങൾക്ക് മേ ബി നിങ്ങളൊരു പേഴ്സണെ അട്രാക്ട് ചെയ്യും, അല്ലെങ്കിൽ മാരേജിലേക്കുള്ള കാര്യങ്ങളിലേക്ക് കുറച്ചും കൂടി നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ മാരേജിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയും ആ ഒരു പേഴ്സണെ അറിയുകയും ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട്. എന്തായാലും ഒത്തിരി സക്സസ്സുകൾ ഈ ഒരു 3 months നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവൻ നിങ്ങളുടെ ബർത്ത്ഡേ മാസം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു പോസിറ്റിവിറ്റി ഈ വർഷം ഉണ്ടാകും, അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ സഫർ ചെയ്തതിൽ നിന്നൊരു ചേഞ്ച്, ഒരു ന്യൂ സൈക്കിൾ നിങ്ങളുടെ ബർത്ത്ഡേ മന്ത് കഴിയുമ്പോൾ, ജനിച്ച മാസം കഴിയുമ്പോൾ, അതായത് അടുത്ത സ്റ്റെപ്പിലേക്ക് നിങ്ങൾ കയറുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു പല ആൾക്കാരും യങ് അഡൾട്ടിൽ നിന്ന് അഡൾട്ട് സ്റ്റേജിലേക്ക് പോകുന്നുണ്ട്. അഡൾട്ട് സ്റ്റേജ് എന്നത് നിങ്ങളുടെ ലൈഫിൽ വളരെ മനോഹരമായിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആയിരിക്കും. യങ് അഡൾട്ട് സ്റ്റേറ്റിൽ നിങ്ങൾ സഫർ ചെയ്തിട്ടുണ്ടായിരിക്കും. അഡൾട്ട് സ്റ്റേറ്റ് നിങ്ങൾക്ക് ബാലൻസ്ഡ് ആണ് എന്ന് കാണുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് 3 months നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങൾ അഡൾട്ട് സ്റ്റേജിലാണ് ഓൾറെഡി എങ്കിൽ നെക്സ്റ്റ് 3 months നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, and 9 of Wands, Queen of Pentacles. ആൻഡ് നിങ്ങളുടെ പ്രതിസന്ധികൾ അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒരു പരിധി വരെ മേ ബി നിങ്ങൾ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ സേവ് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം. ഓവർ എക്സ്പെൻഡിച്ചർ നിങ്ങൾക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ അതായത് ഇപ്പോൾ നമ്മുടെ പോക്കറ്റിൽ എത്രയുണ്ടോ അതനുസരിച്ചുള്ള ലൈഫ് നമ്മൾ ലീഡ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉള്ളത്. പക്ഷെ നമ്മുടെ പോക്കറ്റിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ എക്സ്പെൻഡിച്ചർ ഉള്ളൊരു ലൈഫാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ അത് നമ്മളെ തളർത്തി കളയും. നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് നമുക്ക് ആദ്യം ഉണ്ടാവും. അപ്പോൾ മറ്റു വ്യക്തികൾക്ക് അതുണ്ട് ഇതുണ്ട് എന്ന രീതിയിൽ നമ്മൾ കോമ്പറ്റീഷന് പോകാതെ നമുക്കുള്ള ലൈഫിനെ ബാലൻസ് ചെയ്തിട്ട് അതിൽ നിന്ന് കുറച്ചും കൂടി ഒരു അപ്ഗ്രോത്ത് സ്റ്റെബിലിറ്റി കണ്ടുപിടിക്കുന്നതായിരിക്കും നല്ലത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇമോഷണൽ ആയിട്ടുള്ള, അതായത് ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്ക് ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എത്താൻ സാധിച്ചില്ല, പക്ഷെ മറ്റെല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട്, എനിക്ക് ബാലൻസ് പറ്റുന്നില്ല, എൻ്റെ വീട് കംപ്ലീറ്റ് ആകുന്നില്ല, എനിക്കൊരു വീട് വെക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞാൻ എല്ലാവർക്കും കൊടുത്തുകൊണ്ട് മാത്രം ഇരിക്കുന്നു, എനിക്ക് സ്വന്തമായിട്ടൊന്നുമില്ല, എനിക്ക് തല ചായ്ക്കാൻ ഒരു സ്ഥലം പോലും ഇല്ല എന്നൊക്കെ രീതിയിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളുടെ പ്രിപ്പറേഷൻ, അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു വീട് വെക്കണമെങ്കിലോ ഒരു സ്ഥലം മേടിക്കണമെങ്കിലോ ഒരു കാറ് മേടിക്കണമെങ്കിലോ അതിന്റെയൊക്കെ പ്ലാനിങ്സ് നിങ്ങൾ എടുക്കുന്നത് പോലെ, അതുപോലെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പൈസ കൂട്ടി വെക്കുന്നത് പോലെ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയൊക്കെ എന്തൊക്കെയോ സാമ്പത്തികമായിട്ട് നിങ്ങളുടെ ഡിസയേഴ്സ്, നിങ്ങളുടെ പാഷൻ കംപ്ലീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആണ്, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി പലപ്പോഴും മാറ്റിവെച്ച മേ ബി അതൊരു ജോലിക്ക് പോകുന്ന കാര്യം വേണമെങ്കിലും ആകാം, അല്ലെങ്കിൽ ഒരു പഠിത്തമായിരിക്കാം, മറ്റൊരാൾക്ക് വേണ്ടി വേറൊരു എനർജി കാരണം മാറ്റി വെക്കേണ്ടി വന്ന പല ഡിസയേഴ്സും, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല എന്ന്, അല്ലെങ്കിൽ ഒരിക്കലും അത് നിറവേറത്തില്ല എന്ന് വിചാരിച്ച് നിങ്ങളുടെ മനസ്സിനകത്ത് മാത്രം കിടന്ന ചില കൈൻഡ് ഓഫ് പാഷനേറ്റ് ആയിട്ടുള്ള ഡ്രീംസ് ഉണ്ടെങ്കിൽ ആ ഒരു ഡ്രീംസിനൊക്കെ നമുക്ക് ഒരു ന്യൂ ബിഗിനിങ് കൊടുക്കാൻ സാധിക്കുന്ന സമയമാണ് ഈ ഒരു 3 months അല്ലെങ്കിൽ 2025 എന്ന് കാണുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ സോൾമേറ്റ്സിനെ നിങ്ങൾ അട്രാക്ട് ചെയ്യാനുള്ള
ഒരു പോസിബിലിറ്റിയും കാണുന്നുണ്ട്. ഇത്ര നാൾ നിങ്ങൾ സിംഗിൾ ആയിരുന്നെങ്കിൽ മേ ബി യു ഗൈസ് ആർ റെഡി ടു മിങ്കിൾ, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ കൈൻഡ് ഓഫ് പാസ്റ്റിലെ എനർജീസ് ഡിറ്റാച്ച് ചെയ്തിട്ട് നിങ്ങൾ ഒരു ന്യൂ എനർജിയിലേക്ക് കയറുന്ന പോലെ കാണും. അതുപോലെ 11 നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ട് എങ്കിൽ മേ ബി നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം നിങ്ങളുടെ അടുത്തേക്ക് റീച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രസന്റ് സിറ്റുവേഷനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് പലതും നിങ്ങളുടെ അടുത്ത് പറയാൻ താല്പര്യപ്പെടുന്നു എന്നൊരു എനർജി ആയിരിക്കാം യൂണിവേഴ്സ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ ഏഞ്ചൽസ് നിങ്ങളുടെ ചുറ്റുമുണ്ട്, നിങ്ങളോട് പല കാര്യങ്ങളും പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് പേർപ്പിൾ അല്ലെങ്കിൽ വയലറ്റ് കളർ ആർക്കോ ഇമ്പോർട്ടന്റ് ആണെന്നോ അല്ലെങ്കിൽ സ്ഥിരമായി നിങ്ങൾ അത് കാണുന്നുണ്ടെന്നോ പക്ഷെ നിങ്ങൾ അത് നെഗ്ലക്ട് ചെയ്യുന്നുണ്ടോ എന്ന് തോന്നുന്നു, അതൊന്ന് ശ്രദ്ധിക്കുക. അത് നിങ്ങൾക്കുള്ള മെസ്സേജ് ആയിരിക്കാം ഏഞ്ചൽസിന്റെ അടുത്ത് നിന്ന്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് നിങ്ങൾ നിങ്ങളുടെ സോൾമേറ്റിനെ കണ്ടുപിടിക്കും. അതുപോലെ നിങ്ങളുടെ സ്പിരിച്വൽ ജേർണി സ്റ്റാർട്ട് ചെയ്യും. നിങ്ങളുടെ സ്പിരിച്വൽ ജേർണിയിൽ നിങ്ങൾ ഇന്നർ വർക്ക് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങളുടെ സോൾ പർപ്പസിന്റെ അടുത്ത് എത്തുകയും ആൻഡ് ഈ ഒരു ലൈഫ് ടൈമിൽ മേ ബി നിങ്ങൾക്ക് മോക്ഷം കിട്ടാനുള്ള കൈൻഡ് ഓഫ് എനർജി. ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് എത്രത്തോളം മനസ്സിലാവുന്ന എനിക്കറിയില്ല, ബട്ട് മനസ്സിലാവുന്നവർക്ക് മനസ്സിലാകട്ടെ. ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയിന്നുള്ളൂ, കാരണം അങ്ങനത്തെ എനർജി കാണിക്കുന്നുണ്ട്. ഭയങ്കര ഒരു ഫുൾഫിൽമെന്റ് എനർജി, അതായത് നമ്മുടെ കാർമിക് ബാഗേജസ് ഒന്നും ഇനി നമ്മൾ ചുമക്കുന്നില്ല. ഈ ഒരു ലൈഫ് ടൈമിൽ തന്നെ അത് കഴിഞ്ഞ് കംപ്ലീറ്റ് ആയി നമ്മൾ ഫ്രീ ആയിട്ട് പോകുന്ന എനർജി കാണിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നിങ്ങൾക്ക് സെപ്പറേഷൻ ആണ് ഉള്ളത് ആണോ? നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നിങ്ങളുടെ കണക്ഷൻ തീരെ നല്ലതല്ല. ഡെവിൾ കാർഡ് പ്ലസ് ടവർ കാർഡ് നല്ലതായിട്ടുള്ള സിറ്റുവേഷനിൽ അല്ല ഇരിക്കുന്നതെങ്കിൽ ദാറ്റ് ഇസ് എ ന്യൂ ബിഗിനിങ്. ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവും. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കോൺഫ്ലിക്റ്റുകളാണ് ഉണ്ടായിരുന്നത് എങ്കിൽ ഒരു റീകൺസിലിയേഷന് അത് സാധ്യമാക്കും. അല്ലെങ്കിൽ പൈൽ നമ്പർ 2 നിങ്ങളുടെ പേഴ്സന്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് ഒരു കോണ്ടാക്ട് വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ ലവ് ലൈഫ് വളരെ നല്ലൊരു ബെറ്റർമെന്റിലേക്ക് പോകുന്നതായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലവ് ലൈഫിലേക്ക് ഒരു 3 months നിങ്ങൾക്ക് ഒത്തിരി ഗുണങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ടുവേർഡ്സ് യു നിങ്ങളെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാനുള്ള ഒരു താല്പര്യപ്പെടുന്നു, അല്ലെങ്കിൽ നിങ്ങളോട് കുറച്ചും കൂടി ഇൻട്രസ്റ്റഡ് ആയിട്ട് നിൽക്കാൻ താല്പര്യപ്പെടുന്നു. അല്ലെങ്കിൽ ഇപ്പം അവരാഗ്രഹിച്ചാൽ മേ ബി പല കാര്യങ്ങളും നിങ്ങൾക്ക് അക്സസബിൾ ആയിരിക്കും. അതെനിക്കറിയില്ല എന്ത് രീതിയിലുള്ള കാര്യങ്ങളാണെന്ന്. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ടി വരികയും നമ്മൾ അതിൽ വളരെയധികം സാറ്റിസ്ഫൈഡ് ആവുകയും ചെയ്യുന്ന എനർജി കാണുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ പേഴ്സൺ ഫിസിക്കൽ എനർജി വളരെ കൂടുതലായിട്ട് നിൽക്കുന്നു. സോ നിങ്ങളുടെ പേഴ്സൺ ഈഗർ ടു ടച്ച് യു. ഓക്കെ, ആ ഒരു ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കാൻ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര ഈഗർ ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മേ ബി നിങ്ങൾക്ക് സം പേഴ്സണൽ സ്പേസ് കിട്ടുമായിരിക്കാം ഈ ഒരു നെക്സ്റ്റ് 3 months എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് എനിക്ക് തോന്നുന്നു നിങ്ങൾ ജോലിയില്ല, നിങ്ങൾ ജോലിക്ക് വേണ്ടി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മേ ബി നിങ്ങളുടെ കരിയറിലാണ് നിങ്ങൾക്ക് ഒരു ഡിസാസ്റ്റർ ഉണ്ടായതെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടാനുള്ള, നിങ്ങളുടെ മനസ്സിന് ഇണങ്ങിയ പോലത്തെ ജോലി കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ ഇപ്പൊ നിങ്ങൾ ആഗ്രഹിച്ചതും നല്ലൊരു കൈൻഡ് ഓഫ് സാലറി പാക്കേജിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ആണെങ്കിൽ അത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ബിസിനസ് ആണ് എങ്കിൽ ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ നിങ്ങൾ ബിസിനസ് തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് ആരംഭിക്കാനുള്ള അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കൈൻഡ് ഓഫ് എനർജീസ് റിസീവ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾ തീർച്ചയായിട്ടും ഭാവിയിൽ സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ നിങ്ങൾ ഇത്രയും കാലം റെന്റഡ് ആയിട്ടുള്ള ഒരു വീട്ടിലാണ് ജീവിച്ചിരുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള വീട്ടിലേക്ക് മാറാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം ടവർ മൂവ്മെന്റ് കഴിഞ്ഞിട്ടുള്ള ഒരു അപ്പാണ് നിങ്ങൾക്ക് കാണുന്നത്. ഞാൻ കാറിന്റെ കാര്യം പറഞ്ഞാൽ ഒന്നുകിൽ EMI ഇട്ടോ അല്ലെങ്കിൽ മേ ബി ലോൺ ആണെങ്കിലോ വാട്ട് എവർ ഇറ്റ് ഈസ്, പക്ഷെ നമ്മളൊരു ടോക്കൺ കൊടുത്തു വെക്കാന്നൊക്കെ പറയില്ല, അങ്ങനെ നമ്മുടേതായിട്ടുള്ള ഒരു സ്വന്തം പ്രോപ്പർട്ടി അല്ലെങ്കിൽ നമ്മളുടെ ഡിസൈഡ് ആയിട്ടുള്ള ഒരു സ്റ്റഫ് അത് നമുക്ക് വന്നു ചേരും. അതുപോലെ ഈ ഒരു 3 മാസത്തിൽ മേ ബി നിങ്ങൾക്ക് മാരേജ് അല്ലെങ്കിൽ നല്ലൊരു ഭാര്യ അല്ലെങ്കിൽ നല്ലൊരു ഭർത്താവിനെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ സോൾമേറ്റ്സിനെ നിങ്ങൾ മീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഈ ഒരു നെക്സ്റ്റ് 3 months കഴിയുമ്പോൾ ഒരു ഗിവർ ആയി മാറുന്നു. അല്ലെങ്കിൽ പലതും നിങ്ങളുടേതാണെന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചിരുന്നത് മേ ബി മറ്റാൾക്കാരോട് ഷെയർ ചെയ്യാൻ നിങ്ങൾ പഠിക്കുന്ന പോലെ, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ഒരു റെസ്പോൺസിബിൾ എനർജിയിൽ നിൽക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നു. അതുകൊണ്ട് പൈസ നിങ്ങളുടെ അടുത്തേക്ക് വരും എന്ന് പറയുന്നത് നിങ്ങൾ ഒരു പ്രൊവൈഡറായി മാറാൻ പോകണം. അപ്പൊ മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചതുപോലത്തെ ഒരു കൈൻഡ് ഓഫ് എനർജി നമ്മളിലേക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ ആ ഒരു കൈൻഡ് ഓഫ് അബണ്ടൻസ് എനർജി ഇപ്പൊ ലവിലാണെങ്കിലും ശരി, സാമ്പത്തികമായിട്ടാണെങ്കിലും ശരി, ആ ഒരു അടുക്കും ചിട്ടയും ആ ഒരു ഡിസിപ്ലിനും ആ ഒരു മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കേപ്പബിലിറ്റി നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു നെക്സ്റ്റ് 3 months. അതുപോലെ കാപ്രിക്കോൺ, ടോറസ്, വെർഗോ എനർജി
പെന്റിക്കിൾസ് എനർജി ഭയങ്കര ബാലൻസ്ഡ് ആണ്. ഈ ഒരു മാസം തൊട്ട് തന്നെ നിങ്ങൾ സേവിങ്സ് നല്ല രീതിയിൽ തുടങ്ങും. ബിക്കോസ് നിങ്ങളുടെ പ്ലാനിങ്സ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മേ ബി ഫിനാൻഷ്യൽ ആയിട്ടുള്ളത് ഉണ്ടായിരിക്കണം. സേവിങ്സ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് ഇതുവരെ സാധിച്ചിട്ടില്ല, പക്ഷെ ഇപ്പൊ പറ്റും. ബിക്കോസ് നിങ്ങൾ സേവിങ്സ് സ്റ്റാർട്ട് ചെയ്യുക, അത് നിങ്ങളുടെ നെക്സ്റ്റ് 3 months കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ഗുണം ചെയ്യാൻ പോകണം. നിങ്ങളുടെ പുതിയ സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടി അത് അനുകൂലമാവും. അതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞു നിങ്ങൾ തീരെ ഡിസിപ്ലിൻഡ് അല്ലാത്ത ആൾക്കാരാണെന്ന്, പക്ഷെ നിങ്ങളത് ഡിസിപ്ലിൻഡ് ആവുകയും നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരു ബാലൻസ് നൽകാൻ പറ്റുകയും ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫും ബാലൻസ് ചെയ്യാൻ പറ്റും, നിങ്ങൾ കാരണം മറ്റുള്ളവരുടെ ലൈഫും ബാലൻസ്ഡ് ആകുന്ന എനർജിയും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു നെക്സ്റ്റ് 3 months നിങ്ങൾ ഒത്തിരി അബണ്ടൻസ് നിങ്ങൾക്ക് വരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഫിനാൻഷ്യലി അതുപോലെ തന്നെ ലവ് ലൈഫിലും ഒരു സ്റ്റെബിലിറ്റി വരുന്നതായിട്ട് കാണുന്നുണ്ട്. പൈൽ നമ്പർ 2. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കീ എന്ന് പറയുന്നത് നിങ്ങളുടെ പോക്കറ്റിൽ തന്നെയാണുള്ളത്. അപ്പൊ അതെടുത്ത് ആ ഒരു കഥക് തുറക്കുക എന്ന പ്രോസസ്സാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ തലയിൽ തന്നെ റെസ്പോൺസിബിലിറ്റീസും വരും, നിങ്ങൾക്ക് ഫെയിം കിട്ടും. അതുപോലെ തന്നെ നമുക്ക് തുടക്കത്തിൽ കിട്ടിയതുപോലെ തന്നെ ഇത് നമുക്ക് പറയാം, ഇതൊരു രാജാവാണ് എല്ലാം ബാലൻസ് ചെയ്യുന്ന, അല്ലെങ്കിൽ പ്രജകൾ എന്ന് പറയുന്നത് നോക്കി നിൽക്കുന്ന, അല്ലെങ്കിൽ ബ്ലെസ്സിങ്സ് കിട്ടാൻ കാത്തിരിക്കുന്ന കൈൻഡ് ഓഫ് എനർജിയുമാണ് ഈ കാർഡ് എന്ന് പറയുന്നത്. പക്ഷെ അത് ഏറ്റവും ലാസ്റ്റ് പറയാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു പേർപ്പസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഇത് കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് കിട്ടിയ, അതായത് ഈ ഒരു എനർജിയിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ നിങ്ങൾ എത്രത്തോളം ഡിസിപ്ലിൻഡ് എനർജിയിൽ നിൽക്കണമെന്നാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങൾ ഈ ഒരു 3 മാസത്തെ നിങ്ങൾ കൈവരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ ഒരു ബിഗിനിങ് സ്റ്റേറ്റ് നമുക്ക് ആദ്യം കിട്ടിയ കാർഡിൽ ഈ ഒരു കാർഡിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നതാണ് ഈ ഒരു 3 months നമുക്ക് കിട്ടിയിട്ടുള്ള ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത്. ആൻഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അപ്സ് ആൻഡ് ഡൗൺസിനെ നിങ്ങൾക്ക് ബാലൻസിൽ കൊണ്ടുവരാൻ സാധിക്കും. ഹാർഡ് വർക്ക് ചെയ്യുക, ഡിസിപ്ലിൻ ലൈഫ് ചെയ്യുക, അതുപോലെ സേവിങ്സ് എന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ആഫ്റ്റർ 3 months നിങ്ങൾ തുടങ്ങാൻ പോകുന്ന ഒരു സ്റ്റാർട്ടപ്പ് വേണ്ടി നിങ്ങൾക്ക് സേവിങ്സിന്റെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പൊസിഷനിലേക്ക് നിങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കും. ഒന്നെങ്കിൽ അത് നിങ്ങളുടെ ലവ് ലൈഫിലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിലായിരിക്കും. പക്ഷെ നിങ്ങളൊരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കിങ് ഓഫ് പെന്റിക്കിൾസ് എനർജിയാ ഫീൽ ചെയ്യുന്നത്. എവറിത്തിങ് ഇസ് അച്ചീവ്ഡ്. ഇനി നമുക്ക് അങ്ങോട്ടേക്ക് കൊടുക്കാം. ഈ ഒരു എനർജി നിൽക്കുന്നു. സോ ആ ഒരു എനർജി ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഓക്കെ, ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ്. ഫർദർ മോർ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിംഗ് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്, റീഡിംഗ് ബുക്ക് ചെയ്യാവുന്നതാണ്. കോൺഫിഡൻസിന് വേണ്ടിയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. അതിന് ടൈഗർ ഐ അല്ലെങ്കിൽ കാർണേലിയൻ ബ്രേസ്ലെറ്റ് ധരിക്കാവുന്നതാണ്. അത് കുറച്ചും കൂടി നിങ്ങൾക്ക് ബെറ്റർമെന്റ് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെക്കും ബൈ ബൈ.